ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറേ ബോഗൻവില്ലാസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോഗൻവില്ല നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വരെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ലാസ്റ്റിലാണ് നമ്മൾ കുറേ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പിടിച്ചോ കേട്ടോ. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ കിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ ചെറിയ പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ വന്നിട്ടില്ല, ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ നല്ല മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോയിൽ മുഴുവനായിട്ട് കാണാട്ടോ, സ്കിപ്പ് ചെയ്യാതെ. സെയിലിനായിട്ട് കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വന്നിട്ടുള്ളത് ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് കുറച്ച് കഴിഞ്ഞ വർഷം ഫ്ലവറിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഫയറോപ്പാൽ റെഡ് ഓറഞ്ച് വന്നിട്ടുണ്ട്, ഫ്ലെയിം റെഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഫ്ലെയിം റെഡ് അല്ലെങ്കിൽ ഫയറോപ്പാൽ റെഡ് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ വന്നിട്ടുള്ള വേറെ കുറേ പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലി റെഡ്, ചില്ലി യെല്ലോ ഇപ്പോൾ അവൈലബിൾ അല്ല. നമുക്കൊരു ഫ്ലവറിങ് ആയതിനു ശേഷം അത് സെയിലിനായിട്ട് വെക്കാൻ പറ്റുള്ളൂ. കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതിന് സെയിലിന് ഉണ്ടാവില്ല. അതുപോലെ പിന്നെ വന്നിട്ടുള്ളത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതാണ് മിസ് വേൾഡ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിങ്കും വൈറ്റും വേരിയേഷൻ വന്നിട്ടുള്ള ഒരു പെറ്റൽസാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഇതാണ് ബ്രസ പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ വാട്സപ്പിൽ എപ്പോഴും മെസ്സേജ് ചെയ്യുക. ഞാൻ ഫോൺ എപ്പോഴും എടുക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ പണികളിലും തിരക്കുകളിലൊക്കെ ആകുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. കാറ്റലോഗ് ഞാൻ അയച്ചു തരും. പിന്നെ ഇതിൽ ഓരോന്നിൻ്റെ വില മെൻഷൻ ചെയ്യാത്തത് പല സമയത്ത് നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് പല രീതിയിലായിരിക്കും. അതുകൊണ്ട് ചേഞ്ചസ് വരും. അപ്പോൾ ഞാൻ ഇതിലൊരു വില പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ ഒരു വില സങ്കല്പിച്ചായിരിക്കും എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു റേറ്റ് പറയുമ്പോൾ നിങ്ങൾ പറയില്ലേ അതിൽ ഇത്രയാണല്ലോ എന്നൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിൻ്റെ വില ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ചിലപ്പോൾ കിട്ടുന്നത് റേറ്റ് കുറഞ്ഞിട്ടായിരിക്കാം, കൂടിയിട്ടായിരിക്കാം, ആ സെയിം റേറ്റിലൊക്കെ ആയിരിക്കില്ല കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പലരും കമൻ്റായിട്ടും മെസ്സേജായിട്ടൊക്കെ ചോദിക്കലുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇതിൽ റേറ്റ് പറഞ്ഞാലെന്ന്. അപ്പോൾ അതാണ് റീസൺ. വരുന്ന അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാന്റ്സ് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ, വീട്ടിൽ സെയിലില്ല. പല ആൾക്കാരും വീട്ടിലേക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് പ്രൈവസി ബാധിക്കും. അതായത് ഒരാളല്ലല്ലോ, ഒരുപാട് ആൾക്കാർ വരട്ടെ എന്ന് ചോദിക്കും. നമുക്ക് ഒരാൾ മാത്രമായിട്ട് വരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ സെയിലില്ലാത്തത്. അപ്പോൾ ഓൺലൈനിൽ മാത്രമാണ്. നമുക്ക് ഔട്ട് ഓഫ് കേരള വരെ സെയിൽ നടക്കുന്നുണ്ട് ഈ ഓൺലൈനിലായിട്ട്. അപ്പോൾ നമ്മൾ അടിയിലൊരു ചെറിയ പോട്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ
കണ്ണിനോ കടയ്ക്കോ ഒന്നും ഒരു അനക്കം പറ്റില്ല. സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടും. എൻ്റെ നിന്ന് വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാന്റ്സ് കിട്ടിയത്, ഹെൽത്തി ആയിട്ടാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും. താങ്ക്സ്. എല്ലാവരും എനിക്ക് റിവ്യൂ തരാറുണ്ട്, ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പറിച്ച് വലിച്ചൂരിയെടുക്കരുത്. നിങ്ങൾ കിട്ടിയ ആകാംക്ഷയിൽ പെട്ടെന്ന് തന്നെ അത് വലിച്ചൂരിയെടുക്കാൻ പാടില്ല. ജസ്റ്റ് ആ കടക്കിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കമഴ്ത്തി കഴിഞ്ഞാൽ ചെടി കയ്യിൽ പോരും. അതിന് മുന്നായിട്ട് നിങ്ങൾ റീപോർട്ട് ചെയ്യാനുള്ള പോട്ടി മിക്സൊക്കെ റെഡിയാക്കി വെക്കുക. ചട്ടിയിലൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വെക്കുക. പോട്ടി മിക്സ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എല്ലുപൊടി യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ പ്ലാന്റ് യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചൂട് തട്ടുമ്പോൾ നമുക്ക് ചെടിക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാണകപ്പൊടി മാത്രം പൊട്ടി മിക്സിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഷെയ്ഡിൽ വെക്കുക. ഒരാഴ്ച 1.5 ആഴ്ചയിൽ ഷെയ്ഡിൽ വെച്ചിട്ട് വേണം പ്ലാന്റ് സെറ്റാക്കാൻ. എന്നിട്ട് ഉഷാറായി എന്ന് കണ്ടതിന് ശേഷം മാത്രം നല്ല വെയിലത്തിൽ വെക്കണം. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ പൂക്കൾ നല്ല കളറാവുള്ളൂ, അതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞു എന്ന് കണ്ട് ഉഷാറായി എന്ന് കണ്ടതിന് ശേഷം 19-19-19 NPK വളങ്ങളാണ്. അത് ഈ റേഷ്യോ ഉള്ളത് തന്നെ വാങ്ങിക്കുക. 18-18 കൊടുക്കരുത്. 19-19-19 അത് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണോ 1.5 സ്പൂണിൻ്റെ വലിപ്പം നോക്കിയിട്ട് നിങ്ങൾ ഡയലൂട്ട് ചെയ്തിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. വൈകുന്നേരം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം രാവിലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വെയിൽ വലിച്ചെടുക്കും. അപ്പോൾ ഇതാണ് നെസ്കാഫെ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. അത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഓറഞ്ചും പീച്ചും അല്ലാത്തൊരു കളറാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാതും നെസ്കാഫെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വീണ്ടും പറയാത്തത് കേട്ടോ. ഞാൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ അടിയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് അവൈലബിൾ ആണെന്നുള്ളത് അറിയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പോട്ട്, അതായത് ഹാങ്ങിങ് പോട്ടാണത്. ഇത് നമുക്ക് ബോഗൻവില്ല മാത്രം ഹാങ് ചെയ്തിടാൻ പറ്റിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോട്ടാണ്. പല ചെടികളും വെക്കാം, പക്ഷേ ബോഗൻവില്ല നമ്മൾ ഹാങ് ചെയ്ത് കണ്ടിട്ടില്ലല്ലോ, എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പോട്ടിലാണ് അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 32 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ പോട്ടിൽ മാത്രമേ നമ്മൾ ബോഗൻവില്ല ഹാങ് ചെയ്തിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ വേരോട്ടൊന്നും നടക്കാതെ കുരുടിച്ചു പോവും, പൂക്കളുണ്ടാവില്ല. അപ്പോൾ ഇത്ര സൈസുള്ള പോട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ ഹാങ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫാമിലിയുടെ പ്ലാസ്റ്റിക്കാണ്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ട്രേ ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം, നമ്മളെവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൽ നമുക്ക് വെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ വെള്ളം അബ്സോർബ് ചെയ്ത് ചെടി എടുത്തോളും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരില്ല, ചെടി കേടുവരുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ചെയ്യുന്നുണ്ട്. നല്ല പോട്ടാട്ടോ. ഇത് എൻ്റെ കയ്യിലൊരു 3-4 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് സ്ഥിരമായിട്ടുള്ളതാണ്. ഇതുവരെ കളർ പോവേ വേറെ കംപ്ലൈൻറ്റ് വരെ ഒന്നുമില്ല. ചെറുതായിട്ട് ചങ്ങലയ്ക്ക് മാത്രമാണ് പ്രോബ്ലം വന്നിട്ടുള്ളൂ. അത് നമുക്ക് ചങ്ങല സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പോട്ടുകൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ അത് വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത ഒരു പ്ലാന്റ് വന്നിട്ടുള്ളതാണ് 8 കളർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. നല്ല ഭംഗിയായിട്ടത് ഒരുപാട് ഫ്ലവേഴ്സ് ഒരു സ്റ്റെമ്മിൽ തന്നെ ഉണ്ടാവും ചെയ്യും. പല കളറിലാണ്, കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, ഒരു സ്റ്റെമ്മിൽ തന്നെ പല കളറായിട്ടുള്ള പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചെടികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. ഇത് ചില്ലി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതൊരു മാസത്തിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആവും. ചില്ലി യെല്ലോ, ഇത് ചില്ലി യെല്ലോ എന്ന് പറയുന്ന യെല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ചിലർ ട്രൈ കളർ എന്ന് പറയുന്നുണ്ട്, ഇതിനെ ബ്ലൂ ഐസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. കുറച്ച് പ്ലാന്റ്സ് തന്നെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെത്. ഇതുപോലെ ഈ പോട്ടിൽ ഹാങ് ചെയ്തിട്ട് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നിരത്തി ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ പോട്ടിൽ ഇതുപോലെ ഹാങ് ചെയ്തിട്ട് വേറൊരു ലുക്കാട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് ഇതുപോലെ ഹാങ് ചെയ്തിടുക എന്നുള്ളതാണ്. ഇതാണ് ബ്രസാ പീച്ച് എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഇതിൻ്റെ ചെടികൾ കുറച്ച് നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ. ഒരു പൂ കൊഴിയാൻ നേരം കൊടുക്കാതെ തന്നെ അടുത്ത പൂക്കൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അത്രയധികം പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ബ്രസാ പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വേണ്ടവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, മറക്കണ്ട. പെട്ടെന്ന് തന്നെ കുറച്ച് പ്ലാന്റ്സ് എല്ലാം ഉള്ളൂ. ഇതാണ് ഫയറോപ്പൽ ഓറഞ്ച്, അതും നമ്മളെ കയ്യിലുണ്ട്. ഇത് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതും നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പർ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്താൽ ഞാൻ തിരക്കാണില്ലെങ്കിൽ ഞാൻ എടുക്കും. അല്ലാത്ത പല ആൾക്കാരും ഞാൻ എടുക്കാറുണ്ട്, നിങ്ങൾക്കറിയാം. കുറേ ആൾക്കാർ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. ഞാൻ ഫ്രീ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചിരും, വിലകളും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും.
ഫ്ലെയിം റെഡ് എന്ന് പറയുന്നത് ഫയറോപ്പൽ റെഡ് എന്നും ഇതിനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. രണ്ട് പേരും ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും തീ കത്തി നിൽക്കുന്ന പോലത്തെ ഒരു കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല ബുഷിയായിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആട്ടോ ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ മറക്കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇനി അടുത്ത സംശയം നിങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കണേന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കാർട്ടൂണിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് അതിൻ്റേതായ സൈസിലാക്കിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി വരുന്നതാണ് നമുക്ക് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന വൈറ്റ്. നിറച്ച് ഞാൻ ബ്രസാപ്പീച്ചിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ പൂവ് കൊഴിയാൻ സമയം കൊടുക്കില്ല. അപ്പോഴേക്കും നെക്സ്റ്റ് ബാച്ച് ഉണ്ടായി വരും. അത്ര ഭംഗിയിൽ തിങ്ങി നിറഞ്ഞ ഇലകൾ കാണാതെ ഉണ്ടാവുന്ന ഒരു തരം വെറൈറ്റിയാണ് വൈറ്റ്, സൺറൈസ് വൈറ്റ്. അപ്പോൾ ഇതും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ട്രൈ കളർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ തിങ്ങി നിറഞ്ഞിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് വളങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. മൾട്ടി കെ എന്ന് പറഞ്ഞിട്ടുള്ള കെ എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നമുക്ക് എപ്പോഴും പൂ വിരിയാൻ, കൂടുതലായിട്ട് പൂ വിരിയാൻ പൊട്ടാഷ്യം കണ്ടൻറ്റാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നിങ്ങൾ പൊട്ടാഷ്യൻ്റെ റേഷ്യോ എത്ര കൂടുന്നോ അത്രയും നമുക്ക് പൂക്കളുണ്ടായി വരും. പക്ഷേ ചെറിയ പ്ലാന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ കൂടുതലുള്ളത് വാങ്ങിക്കരുത് കേട്ടോ. ചെടി നമുക്ക് വളർച്ച എത്തിയതിന് മാത്രമേ ഇതുപോലുള്ള മൾട്ടി കെ പോലുള്ള ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചെടി കുരുടിച്ചു പോവും. പൂവ് ചെറുപ്പത്തിൽ തന്നെ പൂവ് ഇട്ട് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മെച്ചോർഡായ പ്ലാന്റ് ആണെങ്കിൽ മാത്രം മൾട്ടി കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണ് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ അത് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മാറി മാറി വളങ്ങൾ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 19 കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ റേഷ്യോൻ്റെ നിങ്ങൾക്കറിയാം. അതും മാറി മാറി ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഫയറോപ്പൽ ഓറഞ്ച് നമ്മൾ നേരത്തെ കാണിച്ചുള്ള ഹാങ്ങിങ് ബോട്ടിൽ ഹാങ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരു 3-4 വർഷം ഇതിന് ഏജ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പം പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഓർക്കിഡ് ബൂണാണ്. നല്ലൊരു ഫെർട്ടിലൈസറാട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് എല്ലാത്തിനും പൂവിടുന്ന എല്ലാത്തിനും ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ തന്നെ, അതിലൊരു സ്പൂൺ ഉണ്ടായിരിക്കും, അതിൽ ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വളങ്ങൾ മാറി മാറി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെടികൾ നമുക്ക് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നും ഒരു ഫുഡ് തന്നെ കഴിക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലോ. അതുപോലെ അതിനാണ് ചെടികൾക്കും എപ്പോഴും വളങ്ങൾ മാറി മാറി കൊടുക്കാൻ നിൽക്കുക. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കാണിച്ചതൊക്കെ ഇതാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് ഇതാണ് പൊട്ടാഷ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊട്ടാഷ് കണ്ടൻറ്റ് കൂടുതലുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കാൻ പറയുന്നത്. നമുക്ക് പൊട്ടാഷ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് അധികമൊന്നും ആഡ് ചെയ്യരുത്. നമ്മൾ ചെടിയുടെ സൈസ് നോക്കിയിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. ഒരു പിടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 4-5 ചെടിക്ക് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. നല്ല മെച്ചോർഡ് പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അര വെച്ചിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മളെ കയ്യിൽ ഇത് എടുക്കാം. ഇതുപോലെ ഒരു വാരലെടുത്തിട്ട് ഇത്ര അളവിലൊക്കെ ഒരു മെച്ചോർഡ് പ്ലാന്റ് ആണെങ്കിൽ കൊടുക്കാം. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ NPK 19 എന്ന് പറയുന്ന ഫെർട്ടിലൈസർ. നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്കിത് ഓൺലൈനിലും അതുപോലെ ഡിപ്പോകളിലൊക്കെയാണ് ഇത് കിട്ടുക. വളം ഡിപ്പോ, അതായത് സാധാ നഴ്സറിയിലൊന്നും പോയാൽ ഇത് കിട്ടില്ല കേട്ടോ. വളങ്ങൾ മാത്രമായിട്ട് വിൽക്കുന്ന കടകളുണ്ടാവും, അവിടെ ഉണ്ടായിരിക്കും ഇത്. അപ്പോൾ NPK എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്ന 3 കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ നൈട്രജൻ എന്ന് പറയുന്നത് ചെടിയുടെ വളർച്ചയ്ക്കുള്ളതാണ്. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ചെടിയുടെ വേരിനും ഇലകൾക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പൊട്ടാഷ്യം എന്ന് പറയുന്നത് എപ്പോഴും പൂക്കൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് പൊട്ടാഷ്യം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെപ്പോഴും തെറ്റരുത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൻ്റെ റേഷ്യോ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. നമുക്ക് തോന്നിയ പോലെ ഒന്നും വാങ്ങിച്ച് ചെടിക്ക് കൊടുക്കരുത്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ ഇതിൽ കൂടെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അധികം സംശയമുള്ളവർ കമൻറ്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ചോദിച്ചാൽ മതി. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.